കിലുക്കം സിനിമയില്ല, കിലുക്കത്തില് ഈ രേവതി ആനയുടെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് രേവതി തിരിച്ചു വരുമ്പോ ജഗതി പറയുന്നുണ്ട് ആനയവളെ കണ്ടുപിടിക്കാണെന്ന്. എനിക്കപ്പോ ശ്രീ നെൽസൺ ചേരുകയാണ്, മൂന്നാർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഇടാൻ കാരണമുണ്ട്. നെൽസൺ ഭായി ആണ് കഴിഞ്ഞ ദിവസം ആന ഓടിച്ചത് അല്ലെ? അതെ, എന്നെ എന്റെ കൂടെയുള്ള പയ്യന്മാര് 4 പേരുണ്ടായിരുന്നു, അവരെയും കൂടി. ആന കല്ലാർ ഞങ്ങള് പ്രചരണത്തിന് പോയിട്ട് വരുന്നതായിരുന്നു. കല്ലാർ എസ്റ്റേറ്റ് കല്ലാർന്ന് പറയും. അപ്പൊ അതിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് രാത്രി ഒരു 9-9:30 ആകും. 9:30 സമയത്തേക്ക് ഒരു 2-3 മീറ്റർ വഴിയേ ഉള്ളൂ. അതിന് ഒരു ജീപ്പ് കടന്നു പോകാനുള്ള വഴിയാണ്. അതിലേക്ക് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ആന നേരെ ഒറ്റക്കൊമ്പൻ എന്ന് പറയും, അവിടെ നിന്ന് നമ്മളെ നോക്കി വരികയും നമ്മള് ജീപ്പ് പുറകോട്ട് എടുക്കാൻ പറ്റാണ്ട് ഒരു 6.25 കിലോമീറ്റർ ജീപ്പ് പുറകോട്ട് എടുത്തു. ഇങ്ങനെ സത്യത്തിൽ പേടിച്ചു. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി 6.25 കിലോമീറ്റർ ആന പുറകിൽ വന്നോ? 3/4 കിലോമീറ്റർ അല്ല, അത്രയും സമയം നമ്മളോട് ഓടിച്ചോണ്ട് വന്നു. അപ്പൊ എന്റെ ഡ്രൈവർ, നമ്മുടെ ജീപ്പ് ഓടിച്ച ഡ്രൈവർ ജോൺ ആബ്രഹാം എന്ന് പറഞ്ഞു, അവനാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഒന്ന് താഴെ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ അടുത്തു കൂടിയാണ് ആന ജീപ്പിന്റെ സൈഡിൽ ഒച്ചയും വെച്ച് പോയത്. ദൈവം സഹായിച്ച് ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ആനയെ വരക്കെട്ട് ഓടിക്കാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ അത് പറഞ്ഞോ? വോട്ട് വയ്ക്കാൻ? ഇല്ല, അങ്ങനെയുണ്ട്. പക്ഷെ ആള് കുഴപ്പമില്ല, നമ്മള് 100% വിജയ പ്രതീക്ഷയാണ്. കാട്ടാന ശല്യമൊക്കെ വലിയ ചർച്ചയാവും. കാട്ടാന ശല്യമുണ്ട്, കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്, പുലികളുടെ ശല്യമുണ്ട്. ജനങ്ങൾ ഒത്തിരി പൊരുതിമുട്ടിയിരിക്കുക. ഇവിടെ എസ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പിൽ വിഷയമാവും. തീർച്ചയായിട്ടും വിഷയം ഉണ്ടാവും. എന്ന് വെച്ചാൽ ആളുകള് ഈ നൈമക്കാട് എസ്റ്റേറ്റിൽ മാത്രം 10 പശുക്കളെയാണ് ഒറ്റ ദിവസം കൊണ്ട് പുലിയടിച്ചത്. ഇതുവരെ സർക്കാർ അതിനുള്ള കോമ്പൻസേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ നിരവധി വിഷയങ്ങൾ, കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ജനങ്ങൾ പൊരുതിമുട്ടി നിൽക്കുകയാണ്. ആന വന്ന് തോറ്റുപോയി. ആന പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം.